പാരബിൾ ഓഫ് ദി സോവർ എന്നുള്ള വർക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒക്ടേവിയ എസ്റ്റൽ ബട്ട്ലറിന്റെ ഒരു നോവലാണ് പാരബിൾ ഓഫ് ദി സോവർ. അതൊരു ക്ലൈമറ്റ് ഫിക്ഷൻ ടൈപ്പ് ഓഫ് വർക്കാണ്. ക്ലൈമറ്റ് ഫിക്ഷനെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. സോ ഒക്ടേവിയ എസ്റ്റൽ ബട്ട്ലർ അല്ലെങ്കിൽ ഒക്ടേവിയ ഇ ബട്ട്ലർ അവരൊരു അമേരിക്കൻ സയൻസ് ഫിക്ഷൻ റൈറ്റർ ആണ്. ഒരുപാട് അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ആൻഡ് അവരുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്, പാരബിൾ ഓഫ് ദി സോവർ. ഇത് ഡയസ്റ്റോപ്പിയൻ ഫിക്ഷൻ അല്ലെങ്കിൽ ക്ലൈമറ്റ് ഫിക്ഷൻ എന്ന ജോണറിനകത്ത് കാറ്റഗറിയിൽ വരുന്ന ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു നോവലാണ്. 1993 ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ സെറ്റിംഗ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് 2024 തൊട്ട് 2027 വരെ കാലിഫോർണിയയിൽ ഹാപ്പൻ ചെയ്യുന്ന കുറച്ച് ഇൻസിഡൻസ് ആണ്. 2024 ഇത് എന്ത് ചെയ്യുന്നത്, ഹാപ്പൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ സ്പെക്യുലേറ്റീവ് ഫിക്ഷൻ എന്ന് പറയുന്നത്. അതായത് നിയർ ഫ്യൂച്ചറിൽ ഹാപ്പൻ ചെയ്യുന്ന ഒരു കാര്യത്തിനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 1993 എഴുതിയ ഒരു നോവലാണ്. പക്ഷേ ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ നോവൽ ഇസ് സെറ്റ് ഇൻ ദ ഇയർ 2024. ഓക്കെ, അപ്പോ അതിനകത്ത് റിയലിസം വരുന്നുണ്ട്. സ്പെക്കുലേറ്റീവ് ഫിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയലിസം വരുന്നുണ്ട്, എവരിഡേ റിയാലിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്, ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, ഫാന്റസി എലിമെന്റ്സ് കാണും, സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള എലിമെന്റ്സ്, സയൻസ് ഫിക്ഷൻ, കുറച്ച് ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നതാണ് സ്പെക്കുലേറ്റീവ് ഫിക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമുക്ക് പഠിക്കാനുള്ള പാരബിൾ ഓഫ് ദ സോവർ എന്ന് പറയുന്നത് ഒരു സ്പെക്കുലേറ്റീവ് ഫിക്ഷൻ അല്ലെങ്കിൽ അഥവാ പിന്നെ ഒരു ക്ലൈമറ്റ് ഫിക്ഷൻ എന്ന് നമുക്ക് ഇതിനെ പറയാം. ക്ലൈമാറ്റിക് ഫിക്ഷൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്ലൈമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചും ചേഞ്ചസിനെ കുറിച്ചും ഒക്കെ പറയുന്ന ഒരു ഫിക്ഷൻ. അപ്പൊ ഇത് ഹാപ്പൻ ചെയ്യുന്നത് 2024 ഓക്കെ, അതുകൊണ്ടാണ് ഇതിന്റെ ഒരു റെലവൻസ് നമുക്കിപ്പോൾ പഠിക്കാനായിട്ട് നമ്മുടെ ഈ സിലബസിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതിന്റെ റെലവൻസും അത് തന്നെയാണ്. ക്ലൈമറ്റ് ചേഞ്ചസ് നല്ലപോലെ ഹാപ്പൻ ചെയ്യുന്നുണ്ട്. ആൻഡ് 2000s ഹാപ്പൻ ചെയ്യുന്ന ഒരു കാര്യം ആയതുകൊണ്ട് തന്നെ ഇതിന് റെലവൻസ്, ഈ ഒരു വർക്കിന്റെ റെലവൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് കാലിഫോർണിയയിൽ വളരെ എക്സ്ട്രീം ആയിട്ടുള്ള രീതിയിൽ ഡ്രൗട്ടും വാട്ടർ സ്കേർസിറ്റിയും കൊണ്ടുവന്നിരിക്കുകയാണ്. വരൾച്ചയുണ്ട്. ആ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ആ ഒരു ആസ് എ റിസൾട്ട് എന്ത് ഹാപ്പൻ ചെയ്തിട്ടുണ്ട്, എക്കണോമിക് കൊളാപ്സ് ഹാപ്പൻ ചെയ്തു. അങ്ങനെ അൺഎംപ്ലോയ്മെന്റ് വന്നു. സൊസൈറ്റി എന്ന് പറയുന്നതിനെ, സൊസൈറ്റി അതായത് നമ്മൾ താമസിക്കുന്ന കമ്മ്യൂണിറ്റീസ് ഉണ്ടല്ലോ അല്ലെങ്കിൽ സൊസൈറ്റി ഉണ്ടല്ലോ, അത് ചെറിയ ചെറിയ ഫ്രാഗ്മെന്റ്സ് ആയിട്ട് മാറുവാണ്. അതായത് കുറച്ച് കമ്മ്യൂണിറ്റീസ്, അതായത് റിച്ച് ആയിട്ടുള്ള ആളുകൾ വളരെ സെക്യൂർഡ് ആയിട്ടുള്ള ഗേറ്റഡ് കമ്മ്യൂണിറ്റീസ് ആയിട്ട് മാറുന്നു. അവർക്ക് അവിടെ ഒരു കുറവും കാര്യങ്ങളൊന്നും കാണത്തില്ല. ഗേറ്റഡ് കമ്മ്യൂണിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിങ് എന്ന് വെച്ചാൽ വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് കുറച്ച് ഒരു വിഭാഗം ആളുകൾ താമസിക്കുന്നത്. ബാക്കിയുള്ള ആളുകളുടെ അല്ലെങ്കിൽ ബാക്കിയുള്ള കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത് അവിടെ ഇവിടെയും സ്കാറ്റേർഡ് ആയിട്ട് എല്ലാവരും ഇങ്ങനെ ഒരു ഫ്രാഗ്മെന്റ്സ് പോലെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് പോലെയാണ് താമസിക്കുന്നത്. ഈ ഗേറ്റഡ് കമ്മ്യൂണിറ്റിക്ക് വളരെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ഒരുപാട് നല്ല രീതിയിൽ റെസ്ട്രിക്ഷൻസും, അവിടെ അങ്ങ് വെളിയിലുള്ള ആളുകളെയൊന്നും അകത്തോട്ട് പ്രവേശിപ്പിക്കത്തില്ല. കുറെ റെസ്ട്രിക്ഷൻസും റൂൾസും റെഗുലേഷൻസും ഉണ്ട്. ബാക്കിയുള്ള കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്, വയലൻസ് സറൗണ്ട് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഗേറ്റഡ് കമ്മ്യൂണിറ്റീസിന് ഭയങ്കര പ്രൊട്ടക്റ്റീവ് ആയിട്ട് അവരെ ഒരു ബാരിയർ പോലെ ഇങ്ങനെ വെച്ചേക്കാണ്. കുറച്ച് ആളുകൾ, കുറച്ച് റിച്ച് ആയിട്ടുള്ള ആളുകൾ ഈ ഒരു കമ്മ്യൂണിറ്റിക്കകത്താണ് താമസിക്കുന്നത്. പുറത്തുള്ള കമ്മ്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ അവിടെയുള്ള ആളുകൾ ഫേസ് ചെയ്യുന്നത് വയലൻസും പോവർട്ടിയും ഹങ്കറും എല്ലാം ഒക്കെയാണ്. അപ്പൊ പ്രൊട്ടക്റ്റീവ് ആയിട്ട് നിൽക്കുന്നവരെയാണ് ഈ ഗേറ്റഡ് കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത്. കോർപ്പറേഷൻസ് ആണ് എൻറ്റയർ ടൗണിനെ, അതായത് കോർപ്പറേറ്റ് കമ്പനീസ് ആണ് ടൗണിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം മോഡേൺ രീതിയിലുള്ള ഒരു കൈൻഡ് ഓഫ് സ്ലേവറിയാണ് അവിടെ, അടിമത്തമാണ് അവിടെ ഹാപ്പൻ ചെയ്യുന്നത് ഈ ഒരു കാലിഫോർണിയയിൽ. അപ്പോ ലോറൻ ഒലാമിന എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ക്യാരക്ടറിന്റെ പേര്. അവരുടെ ജേണൽ എൻട്രിയിലൂടെയാണ്, അതായത് അവർ ഡയറി പോലെ എഴുതുന്നു, അവരുടെ ആ ഒരു ജേണൽ എൻട്രിയിലൂടെയാണ് നമ്മൾ കഥ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത്. അവരാണ് നറേറ്റ് ചെയ്യുന്നത്, അവരാണ് നമ്മുടെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത്. പാർട്ട് 1 എന്ന് പറയുന്നത് ലൈഫ് ഇൻസൈഡ് ദി വാൾഡ് കമ്മ്യൂണിറ്റി. അപ്പൊ ഇവിടെ വാൾഡ് കമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് മറ്റേ നമ്മുടെ ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ്, അതായത് ആ പ്രൊട്ടക്റ്റീവ് കമ്മ്യൂണിറ്റി. അപ്പൊ ലോറൻ താമസിക്കുന്നത് ഈ വാൾഡ് കമ്മ്യൂണിറ്റി ലോസ് ആഞ്ചലസിലുള്ള റൊബ്ലേഡോ എന്നുള്ള സ്ഥലത്താണ്. സോ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊട്ടക്റ്റീവ് കമ്മ്യൂണിറ്റിക്ക് അകത്ത് എന്തൊക്കെ ഹാപ്പൻ ചെയ്യുന്നു എന്നുള്ളതാണ്. പ്രൊട്ടക്റ്റീവ് കമ്മ്യൂണിറ്റി ആണെങ്കിൽ പോലും ഇതിനകത്തും പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇവർ താമസിക്കുന്നതിന്റെ വെളിയിലുള്ള കമ്മ്യൂണിറ്റീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഫുൾ വയലൻസും കാര്യങ്ങളുമാണ്. ഓരോ കമ്മ്യൂണിറ്റിയിലും അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആളുകൾ മൊത്തത്തിൽ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ റൊബ്ലേഡോ എന്നുള്ള സ്ഥലത്താണ് ലൊറൈൻ താമസിക്കുന്നത്, നമ്മുടെ മെയിൻ പ്രൊട്ടാഗണിസ്റ്റ് താമസിക്കുന്നത്. അത് ലോസ് ആഞ്ചലസിന്റെ അടുത്താണ്. ഡ്രഗ് അഡിക്ട്സും എല്ലാം ഉണ്ട് അവിടെ. ഡ്രഗ് അഡിക്ട്സിനെ വിളിക്കുന്ന പേര് പൈറോസ് എന്നാണ്. അവർ ഈ ഫയർ ഉണ്ടല്ലോ, പ്ലഷറിന് വേണ്ടി തീ ഇടുന്ന ആളുകളാണ്. വാട്ടർ ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഗ്യാസിനെക്കാട്ടിലും, അതായത് പെട്രോളിനെക്കാട്ടിലും.
ലോറൈൻ എന്താണ് ഹൈപ്പർ എംപതി സിൻഡ്രോം ഉണ്ട് നമ്മുടെ ക്യാരക്ടറിന്. ഹൈപ്പർ എംപതി സിൻഡ്രോം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ ആളുകളോട് ഓവറായിട്ട് ഷെയർ ചെയ്യുന്നു കാര്യങ്ങൾ ബിക്കോസ് ഓഫ് എ ട്രോമ ഇൻസൈഡ് ഹെർ. അപ്പം അതായത് ആളുകളുടെ അടുത്ത് ഓവറായിട്ട് ഷെയർ ചെയ്യുന്നു. ആളുകളുടെ പെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻ എന്റെ പെയിൻ ആണെന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് ഓവറായിട്ട് ഫീൽ ചെയ്യുവാണ് ഓരോ കാര്യങ്ങൾ. ബാക്കിയുള്ളവരുടെ പെയിൻ ആണെങ്കിലും സഫറിങ്സ് ആണെങ്കിലും ഈ ക്യാരക്ടർ അതുപോലെ തന്നെ അതേ ആ ഒരു എക്സ്ട്രീമിറ്റിയിൽ ആ ഒരു ഫീലിങ്സ് അവരുടെ മൈൻഡിലും വരുവാണ്. അതാണ് ഹൈപ്പർ എംപതി സിൻഡ്രോം ഉള്ള ഒരു ക്യാരക്ടറാണ് ലോറൈൻ എന്ന് വെച്ചാൽ. ബാക്കി ഒരാൾ ഇപ്പൊ അവരുടെ മുമ്പിൽ സഫർ ചെയ്യുകയോ കരയുകയോ ചെയ്യുവാണെങ്കിൽ ആ സഫറിങ് ഇവര് പൂർണ്ണമായിട്ടും ഇവരുടെ മൈൻഡിലോട്ടങ്ങ് എടുക്കും. എന്നിട്ട് ഇവരും എന്ത് ചെയ്യും, അവിടെ ഇരുന്ന് സഫർ ചെയ്യും അയാളെ പോലെ. സോ ഇവരുടെ ഒരു ഫിലോസഫിയാണ് എർത്ത് സീഡ് ഫിലോസഫി എന്ന് പറയുന്നത്. ആരുടെയാണ്, ലോറൈൻ്റെ. എർത്ത് സീഡ് ഫിലോസഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് മീനിങ്, ഗോഡ് ഇസ് ചേഞ്ച്. ഇങ്ങനെ വിശ്വസിക്കുന്ന ഒരു സ്ത്രീയാണ് ലോറൈൻ. അവരൊരു ഫിലോസഫി പോലെ ഒരു കൈൻഡ് ഓഫ് ഇത് കൊണ്ടുവരുന്നതാണ് എർത്ത് സീഡ് ഫിലോസഫി. അതായത് ഹ്യൂമൻ ബീങ്സ് എന്ത് ചെയ്യണമെന്നാ പറഞ്ഞേക്കുന്നത്, ദേ മസ്റ്റ് അഡാപ്റ്റ് ആൻഡ് ടേക്ക് റൂട്ട് അമംഗ് ദ സ്റ്റാർസ്. ഗോഡിന് മാത്രമേ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. ഗോഡിൽ എല്ലാവരും ആശ്രയിക്കണം, അല്ലെങ്കിൽ എർത്തിൽ എല്ലാവരും ആശ്രയിക്കണം. എർത്ത് എന്ന് വെച്ചാൽ എർത്താണല്ലോ ഇപ്പൊ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ലൈമറ്റ് ചേഞ്ചസ് വരുന്നു ഹ്യൂമൻ ബീങ്സിന്റെ ആക്ഷൻസ് കാരണം. സോ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹ്യൂമൻ ബീങ്സ് എന്ത് ചെയ്യണം എന്നാ പറഞ്ഞിരിക്കുന്നത്, വി ഷുഡ് ഗോ ബാക്ക് ടു അവർ റൂട്ട്സ്. അതായത് നേച്ചറിലോട്ട് തിരികെ പോവുക, അല്ലെങ്കിൽ ഗോഡിലോട്ട് തിരികെ പോവുക, എർത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഓക്കെ. അപ്പൊ ഈ കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, ഈ ഗേറ്റഡ് കമ്മ്യൂണിറ്റി അറ്റാക്ക് ചെയ്യുന്നുണ്ട്, ബേൺ ചെയ്യുന്നുണ്ട്, ലോറന്റെ ഫാമിലി കിൽഡ് ആവുന്നുണ്ട്, അതായത് ലോറന്റെ ഫാമിലി നഷ്ടപ്പെടുന്നുണ്ട്. സോ ഇവർ എന്ത് ചെയ്യുവാണ്, ലോറൈൻ അവിടെ ഉള്ള സപ്ലൈസ് വെച്ചിട്ട് എർത്ത് സീഡിന്റെ റൈറ്റിംഗ്സ് ആ ജേണൽ എൻട്രീസും വെച്ചിട്ട് ഇവർ എന്ത് ചെയ്യാണ്, ഇവര് വേറൊരു സ്ഥലത്തോട്ട് യാത്ര തിരിക്കാൻ പോവാണ്. ആ ഒരു പ്രൊട്ടക്ഷനിൽ നിന്ന് അവര് റിയാലിറ്റിയിലോട്ട് എക്സ്പോസ്ഡ് ആവാൻ പോവാണ്. ഇവര് താമസിച്ചിരുന്ന ആ ഒരു കമ്മ്യൂണിറ്റിയും വെളിയിലുള്ള ആളുകൾ വന്ന് അറ്റാക്ക് ചെയ്യുന്നു, അത് കത്തിക്കുന്നു. സോ ആ ഒരു പ്രൊട്ടക്റ്റീവ്നെസ് ഇസ് നോ ലോങ്ങർ ദെയർ ഫോർ ലോറൻ. അപ്പൊ അവർ ആ പ്രൊട്ടക്റ്റീവ്നെസ് അല്ലെങ്കിൽ ആ ഒരു ബാരിയറിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുവാണ്. വെളിയിലോട്ട് ഇറങ്ങുന്ന വെച്ചാൽ ഫുൾ ഓഫ് വയലൻസും അവരൊരിക്കലും ഫേസ് ചെയ്തിട്ടില്ലാത്ത കുറെ കാര്യങ്ങളാണ് വെളിയിൽ നടക്കുന്നത്. അപ്പൊ അവർ ആ ഒരു സർവൈവലിൽ നിന്ന് എങ്ങോട്ട് പോവാണ്, റിയാലിറ്റിയിലോട്ട് അവര് കടക്കാൻ പോവാണ്. അപ്പൊ ലൊറൈൻ പോകുന്നത് നോർത്തിലോട്ടാണ്, നോർത്തേൺ കാലിഫോർണിയയിലോട്ടാണ് പോകുന്നത്. അവരുടെ കൂടെ കുറെ കമ്പാനിയൻസ് ഉണ്ട്, സാറ, ഹാരി, ട്രാവസ്, പിന്നെന്താണ് ബംഗോള എന്നൊക്കെ പറഞ്ഞ ഒരുപാട് എന്താണ് 5 ക്യാരക്ടേഴ്സും കൂടി കമ്പാനിയൻസ് ആയിട്ട് ഇവരുടെ കൂടെ ട്രാവലിന് ഉണ്ട്. ഇവരെല്ലാരും വയലൻസും കാനിബലിസം എന്ന് വെച്ചാൽ ഹ്യൂമൻസ് ഈറ്റിംഗ് ഹ്യൂമൻസ്, തെഫ്റ്റ്, ഈ എക്സ്പ്ലോയിറ്റേഷൻ ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. ലോറൈൻ എന്ത് ചെയ്യാണ്, ലോറൈന്റെ ഫിലോസഫി ആയിട്ടുള്ള എർത്ത് സീഡ് എന്നുള്ള ഫിലോസഫി അവര് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഒരു ന്യൂ കമ്മ്യൂണിറ്റി ഫോം ചെയ്തെടുക്കാം, വയലൻസ് ഒന്നും ഇല്ലാതെ നേച്ചറിലോട്ട് അല്ലെങ്കിൽ എർത്തിലോട്ട് തിരികെ പോകുന്ന ഒരു കൈൻഡ് ഓഫ് കമ്മ്യൂണിറ്റി നമുക്ക് സ്പ്രെഡ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഫോം ചെയ്തെടുക്കാം എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ആരെന്ന് പറയുന്നത്, ലോറൈൻ എന്നുള്ള ക്യാരക്ടർ. സോ അവര് ബംഗോളയുടെ ലാൻഡിൽ ആ ക്യാരക്ടർ ആയിട്ടുള്ള കമ്പാനിയന്, വൺ ഓഫ് ദി കമ്പാനിയൻസ് ആണ് ബംഗോള അല്ലേ, ആ ബംഗോളയുടെ ലാൻഡിൽ അവർ സെറ്റിൽ ചെയ്യുന്നു. അവിടെ ഒരു കമ്മ്യൂണിറ്റി ഇവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ആ കമ്മ്യൂണിറ്റിയുടെ പേരാണ് എക്കോൺ, ACORN. ഈ കമ്മ്യൂണിറ്റി എർത്ത് സീഡ് ഫിലോസഫിയുടെ പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ കമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നത്. ഇപ്പൊ നോവൽ എൻഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡാപ്റ്റേഷനും സർവൈവലിലും എന്താണ് ഒരു ഹോപ്പ് വെച്ചിട്ട് ഈ ക്യാരക്ടേഴ്സ് എല്ലാം കൂടി കമ്മ്യൂണിറ്റി ഫോം ചെയ്തെടുക്കുന്നു. ബാക്കിയുള്ള ഹ്യൂമൻ ബീങ്സിനെ എല്ലാം ഈ കമ്മ്യൂണിറ്റിയിലോട്ട് ആക്കി മാറ്റാൻ ശ്രമിക്കുന്നു. അതായത് വയലൻസ് ഒന്നും വേണ്ട, നമുക്കിനി അഡാപ്റ്റ് ചെയ്യണം, നമുക്കിനി സർവൈവ് ചെയ്യണം. ഈ മാറുന്ന ക്ലൈമറ്റിനനുസരിച്ച് നമ്മൾ എന്തായാലും അഡാപ്റ്റ് ചെയ്ത് സർവൈവ് ചെയ്ത് പോയേ പറ്റൂ. And for that we should go back to the roots of the nature, അല്ലെങ്കിൽ we should go back to the roots of the earth. അതായത് ഗോഡിൽ വിശ്വസിക്കുക, നേച്ചറിൽ വിശ്വസിക്കുക, നേച്ചറിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക, എർത്തിനെ പഴയ പോലെ ആക്കിയെടുക്കുക എന്നുള്ള പ്രിൻസിപ്പിൾസ് ആണ് ഈ എർത്ത് സീഡ് ഫിലോസഫി എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മുടെ ഇഫ് യു ജസ്റ്റ് ടേക്ക് എ ലുക്ക് അറ്റ് ദി ടൈറ്റിൽ ഓഫ് ദി നോവൽ ഇറ്റ് സെൽഫ്, അതായത് പാരബിൾ ഓഫ് ദി സോവർ. പാരബിൾ എന്ന് വെച്ചാൽ സ്റ്റോറി എന്നൊക്കെയുള്ള ഒരു മീനിങ് ആണ്. സോവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ സീഡ്സ് വിതയ്ക്കുന്ന, അതായത് വിതയ്ക്കുന്ന മെഷീൻ അല്ലെങ്കിൽ വിതയ്ക്കുന്ന ആള്, അതാണ് സോവർ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ ആരാണ് ഇവിടെ സോവർ എന്ന് പറയുന്നത്, നമ്മുടെ ലൊറൈൻ ആണ് ഇവിടെ സോവർ ആയിട്ട് വരുന്നത്. അല്ലെങ്കിൽ ലൊറൈന്റെ ഫിലോസഫി എർത്ത് സീഡ് എന്നുള്ളതാണ് ഇവിടുത്തെ സോവർ എന്ന് വെച്ചാൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ആള്. സോവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിതയ്ക്കുക എന്നുള്ള മീനിങ് ആണ്. ഒരു മെഷീൻ അല്ലെങ്കിൽ എ പേഴ്സൺ ഹു സ്കാറ്റർ സീഡ്സ് ഓൺ എർത്ത്, അല്ലെങ്കിൽ അഗ്രികൾച്ചറിൽ സീഡ് സ്കാറ്റർ ചെയ്യുന്ന ആളെയാണ് നമ്മൾ സോവർ എന്ന് പറയുന്നത്. വിതയ്ക്കുക എന്നുള്ളതിന്റെ മീനിങ് ആണ്. സോ ഇവിടെ എന്താണ് വിതയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലൊറൈൻ അല്ലെങ്കിൽ ലൊറൈനെ പോലുള്ള ക്യാരക്ടേഴ്സ്, എർത്ത് സീഡ് ഫിലോസഫി അല്ലെങ്കിൽ ഒരു പുതിയ രീതിയിലുള്ള അഡാപ്റ്റിംഗ് ടെക്നിക്ക് അല്ലെങ്കിൽ സർവൈവൽ ആണ് ഇവിടെ അവര് പുതിയൊരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുവാണ് ആരെന്ന് പറയുന്നത്, ലൊറൈൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലൊറൈന്റെ ഫിലോസഫി, എർത്ത് സീഡ് ഫിലോസഫി എന്ന് പറയുന്നത്. ഓക്കെ. തീം വരുന്നതെന്ന് വെച്ചാൽ ഇതൊരു ക്ലൈമറ്റ് ഫിക്ഷൻ നോവൽ ആയതുകൊണ്ട്
ഇതിനകത്ത് തീമായിട്ട് വരുന്ന ക്ലൈമാറ്റിക് പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. സിവിയർ ഡ്രൗട്ടിനെ കുറിച്ച്, വൈൽഡ് ഫയറിനെ കുറിച്ച്, വാട്ടർ പ്രൈവറ്റൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് മാത്രമേ ഉള്ളൂ ആക്സസ് ടു വാട്ടർ റിസോഴ്സസ്, പബ്ലിക്കിനില്ല. അതും റിച്ച് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും ഉള്ളത് വാട്ടർ. ഫുഡ് സ്കാർസിറ്റി ഉണ്ട്, മൈഗ്രേഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്ലൈമറ്റ് കൊളാപ്സ് എന്തിന് വഴിയൊരുക്കുന്നു? എക്കണോമിക് ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റിന് വഴിയൊരുക്കുന്നു. സോഷ്യൽ ഇൻഇക്വാളിറ്റി ഉണ്ട് സൊസൈറ്റിയിൽ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ബിക്കോസ് ലോറൻ ബിഗിനിങ് ഓഫ് ദ നോവൽ ഇറ്റ്സ് ഓഫ് ലോറൻ എന്ന് പറയുന്നത് ഒരു ഷീ ബിലോങ്സ് ടു എ ഗേറ്റഡ് കമ്മ്യൂണിറ്റി. അതായത് ലോറൻ താമസിക്കുന്ന ആ ഒരു ഏരിയ, നമ്മൾ പറയത്തില്ലേ പോഷ് ആയിട്ടുള്ള ഏരിയ, റെസിഡൻഷ്യൽ ഏരിയ എന്നൊക്കെ പറയത്തില്ലേ നമ്മള്. പോഷ് ആയിട്ടുള്ള ഏരിയയിൽ അവർ പ്രൊട്ടക്റ്റഡ് ആണ്. അവിടെ ഒരു വയലൻസും ഹാപ്പൻ ചെയ്യത്തില്ല. പക്ഷെ എന്നിരുന്നാലും ലോറന്റെ ഫാമിലിയെ ബേൺഡ് ആൻഡ് കിൽഡ് അവർ വധിക്കുന്നുണ്ട്. വെളിയിലുള്ള ആളുകൾ വന്ന് കൊല്ലുന്നുണ്ട്, അവിടെയും തീയിടുന്നുണ്ട്. അപ്പം അതിന് പുറത്താണ് ഈ വയലൻസും കാര്യങ്ങളും എല്ലാം നടക്കുന്നത്. അതൊരു ഹോൾ ന്യൂ വേൾഡ് ആണ് ഫോർ ലോറൻ. ലോറൻ ആ റിയാലിറ്റിയിലോട്ട് എക്സ്പോസ് ചെയ്ത് വന്നപ്പോഴാണ്, ലോറൻ ഓൾറെഡി ഒരു ഫിലോസഫി ഉണ്ടായിരുന്നു, വെളിയിൽ നടക്കുന്ന കാര്യത്തിനെ കുറിച്ചൊക്കെ അറിയാവുന്നത് കൊണ്ട് ലോറൻ വാസ് അവെയർ ഓഫ് ഹർ വാട്ട് ഈസ് ഹാപ്പനിങ് അറൌണ്ട് ഹർ വേൾഡ് അല്ലെങ്കിൽ അറൌണ്ട് എ ഗേറ്റഡ് കമ്മ്യൂണിറ്റി. അതുകൊണ്ടാണ് ഷീ സ്റ്റാർട്ടഡ് വിത്ത് എ ഫിലോസഫി നെയിംഡ് എർത്ത് സീഡ്. അപ്പൊ ഇവിടെ പറയുന്നത് സോഷ്യൽ ഇൻഇക്വാളിറ്റി ഓൾറെഡി സൊസൈറ്റിയിലുണ്ട്. അതായത് എന്താ പറയാ, ഗേറ്റഡ് കമ്മ്യൂണിറ്റീസിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നു. അവർക്ക് വേറെ റെസ്ട്രിക്ഷൻസും റൂൾസും, വെളിയിൽ നിന്നുള്ള ആളുകളെ അങ്ങോട്ട് കയറ്റത്തില്ല. വാട്ടർ പ്രൈവറ്റൈസേഷൻ ഒക്കെ ചിലപ്പോൾ ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റി, ഇങ്ങനെയുള്ള റിച്ച് ആയിട്ടുള്ള ആളുകൾക്കായിരിക്കും മാത്രം ഉള്ളത്. വെളിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വേൾഡ് ആണ് അവിടെ. ഫുൾ ഓഫ് വയലൻസ് ആൻഡ് ബ്ലഡ് ഷെഡ്, അൺഎംപ്ലോയ്മെന്റും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. കോർപ്പറേറ്റ് കമ്പനീസ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ സൊസൈറ്റിയിൽ ഒരു കൈൻഡ് ഓഫ് ഇനിക്വാളിറ്റി ആണ് ഹാപ്പൻ ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് എർത്ത് സീഡ് ഫിലോസഫിയുടെ മെയിൻ എയിം ആണ് ഗോഡ് ഇസ് ചേഞ്ച്. അതായത് എന്ത് ചെയ്താലും നമ്മൾ അതിനെ ചേഞ്ച് ആക്കുക. ഓൾ ദാറ്റ് യു ടച്ച് യു ചേഞ്ച്. ചേഞ്ച് എന്ന് പറയുന്നത് ഇന്നവിറ്റബിൾ ആണ്. സർവൈവൽ അഡാപ്റ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ പറ്റുകയുള്ളൂ. അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള ബിലീഫ് സിസ്റ്റത്തിനെ എല്ലാം നമ്മൾ കളഞ്ഞിട്ട് വി ഷുഡ് അഡാപ്റ്റ് ടു ന്യൂ ഐഡിയാസ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞേക്കുന്നത്? വി ഷുഡ് എന്താ പറയാ, നമ്മൾ ഹോപ്പുമായിട്ടും സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അഡാപ്റ്റ് ചെയ്തേ പറ്റൂ. പുതിയ പുതിയ ചേഞ്ചസിന് നമ്മൾ അഡാപ്റ്റ് ചെയ്ത് സർവൈവ് ചെയ്തേ പറ്റൂ. ഇനി കോർപ്പറേറ്റ് ടൗൺസിനെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അതായത് കോർപ്പറേറ്റ് കമ്പനീസ് ആണല്ലോ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നതും. അപ്പൊ അതുവഴി അവര് ഹ്യൂമൻ ബീങ്സിനെ ജസ്റ്റ് സ്ലേവ്സ് ആക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റിസോഴ്സസിനെ എല്ലാം ഈ കോർപ്പറേറ്റ് കമ്പനീസ് പ്രൈവറ്റൈസ് ചെയ്യുവാണ്. വാട്ടർ ആണെങ്കിലും എയർ ആണെങ്കിലും എല്ലാത്തിനെയും ഇവരെന്ത് ചെയ്യാണ്? പ്രൈവറ്റൈസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്, കൊമേഴ്ഷ്യലൈസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്, പബ്ലിക്കിന് കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ റിച്ച് ആൻഡ് പുവർ, റേഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ ഹാപ്പൻ ചെയ്യുന്നുണ്ട്. പുവർ ആയിട്ടുള്ള ആളുകളാണ് ഈ ക്ലൈമറ്റ് ഡിസാസ്റ്റേഴ്സിൽ നിന്ന് കൂടുതൽ സഫർ ചെയ്യുന്നത്. ആൻഡ് ലൊറൈനെ ഈ ഒരു എന്താ പറയാ ഹൈപ്പർ എംപതി എന്ന് പറഞ്ഞൊരു, ശരിക്കും പറഞ്ഞാൽ ലൊറൈനിൽ ഈ ഹൈപ്പർ എംപതി എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് ഡിസോർഡർ ആണെങ്കിൽ പോലും അത് ലൊറൈനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഇസ് ബ്ലസ്ഫുൾ ആണ്. ബിക്കോസ് എന്താണ്, അല്ലെങ്കിൽ ലൊറൈന്റെ അറൌണ്ട് ദ പീപ്പിൾ ഹു ആർ അറൌണ്ട് ലൊറൈൻ, അതൊരു ബ്ലസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് ഓഫ് ദിസ് ഹൈപ്പർ സിമ്പതി ഡിസോർഡർ എന്താണ്, ഷി ബിഗാൻ ഫീലിംഗ് ദി പെയിൻ ഓഫ് അതേഴ്സ്. അതായത് ബാക്കിയുള്ളവരുടെ പെയിനും ആർക്ക് മനസ്സിലാവും? ലൊറൈന് മനസ്സിലാവും. അതാണ് ലൊറൈനെ വൾണറബിൾ ആക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ബാക്കിയുള്ളവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാനും ലൊറൈനെ പ്രേരിപ്പിച്ച അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്തൊരു കാര്യം, ഇൻസ്പയർ ചെയ്തൊരു കാര്യം ഈ ഹൈപ്പർ എംപതിയാണ്. അതൊരു മെറ്റഫർ ആണ്. അതായത് ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഷെയർ ചെയ്യണം. നമ്മുടെ പെയിൻ ആണെങ്കിലും നമ്മുടെ സഫറിങ്സ് ആണെന്നുണ്ടെങ്കിലും ആസ് എ ഹ്യൂമൻ ബീങ് വി ഷുഡ് ഷെയർ എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു ഷെയറിങ് വെച്ചിട്ടാണ്, ആ ഒരു എംപതി വെച്ചിട്ടാണ് ആർക്ക് തോന്നിയത്? ലൊറൈന് ഈ എർത്ത് സീഡ് ഫിലോസഫി എന്നുള്ളൊരു കോൺസെപ്റ്റ് തോന്നുകയും അവര് കമ്മ്യൂണിറ്റീസിനെ അതിനെ വെച്ചിട്ട് ആളുകളെ അല്ലെങ്കിൽ മാറ്റാൻ നോക്കുന്നത്. ചേഞ്ച് ഇന്നവിറ്റബിൾ ആണെന്ന് പറഞ്ഞ് അവര് കമ്മ്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ, എന്നാലേ നമുക്ക് സർവൈവലിന് പറ്റുകയുള്ളൂ എന്നാണ് ആര് മനസ്സിലാക്കുന്നു? ലൊറൈൻ മനസ്സിലാക്കുന്നു. പിന്നെ ഇതിന്റെ ഒരു ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൊറൈൻ എന്ന് പറഞ്ഞ ആ ഒരു ഫീമെയിൽ ക്യാരക്ടർ ഒരു സ്പിരിച്വൽ ആൻഡ് പ്രാക്ടിക്കൽ ലീഡർ ആണ്. അതുവരെ ഉണ്ടായിരുന്ന ആ ബിലീഫ് സിസ്റ്റത്തിനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്ത് പുതിയൊരു ഫിലോസഫി ക്രിയേറ്റ് ചെയ്തൊരു വ്യക്തിയാണ് ലൊറൈൻ. ഓക്കെ, ആൻഡ് ഓൾസോ നമ്മുടെ ഈ ക്യാരക്ടർ ലൊറൈൻ എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് ക്യാരക്ടർ ആണ്, ബ്ലാക്ക് ഫീമെയിൽ പ്രൊട്ടഗണിസ്റ്റ് ആണ് കേട്ടോ, അത് മറന്നു പോകരുത്. ആൻഡ് ലൊറൈന്റെ നമ്മൾ ക്യാരക്ടർ സ്കെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഇന്റലിജന്റ് ആൻഡ് ഒബ്സർവന്റ് ആണ്, വിഷണറി ആണ്. ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു നല്ലൊരു വിഷൻ ഉണ്ട് ഈ കുട്ടിക്ക്. ആൻഡ് ഓൾസോ ഷീ ഈസ് എ ഫൗണ്ടർ ഓഫ് എർത്ത് സീഡ് ഫിലോസഫി. സ്ട്രെങ്ത് എന്താണെന്ന് വെച്ചാൽ ലീഡർഷിപ്പും അഡാപ്റ്റബിലിറ്റി ആണ്. ആൻഡ് ഹർ വീക്ക്നെസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹൈപ്പർ എംപതി ഉണ്ട്. ആ ഒരു കൈൻഡ് ഓഫ് ഡിസോർഡർ ഇവർക്കുണ്ട് അല്ലെ. ആൻഡ് ടീനേജറിൽ നിന്ന് ഒരു കമ്മ്യൂണിറ്റി ഫൗണ്ടർ ആയിട്ട് ആരാണ് മാറുന്നത്? ട്രാൻസ്ഫോർമേഷൻ നടത്തിയിരിക്കുന്നത് ലൊറൈൻ. ഫസ്റ്റ് ഇൻ ദ ബിഗിനിങ് ഓഫ് ദ നോവൽ അവരൊരു ടീനേജർ ആയിരുന്നു. ജേർണൽ എൻട്രീസിൽ മാത്രം എഴുതി പോയേക്കുമായിരുന്നു ഈ ഫിലോസഫിയുടെ കാര്യങ്ങളെല്ലാം. വെൻ ഷി വാസ് എക്സ്പോസ് ടു റിയാലിറ്റി, അല്ലെങ്കിൽ വെൻ ഷി സ്റ്റെപ്ഡ് ഔട്ട് ഓഫ് ഹർ ഹൗസ്, അല്ലെങ്കിൽ വെൻ ഷി സ്റ്റെപ്ഡ് ഔട്ട് ഓഫ് ദി ഗേറ്റഡ് കമ്മ്യൂണിറ്റി,
ഷീ ബിഗാൻ ഫീലിംഗ് ദി പെയിൻ ഓഫ് അതേഴ്സ്. ആ ഹൈപ്പർ എംപതി എന്നുള്ളത് അവർക്കൊരു ബ്ലസ്ഫുൾ ആയിട്ട്, ബാക്കിയുള്ള ഹ്യൂമൻ ബീങ്സിനെങ്കിലും ബ്ലസ്ഫുൾ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്നത് റെവറന്റ് ഒലാമിൻ, അതായത് നമ്മുടെ ലൊറൈന്റെ അച്ഛനാണ്, പാസ്റ്റർ ആണ് അയാള്. ട്രഡീഷണലും വളരെ റിലീജിയസ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഓൾഡ് ബിലീഫ് സിസ്റ്റത്തിനെ, അല്ലെങ്കിൽ ഒരു പ്രൊഫസർ കൂടിയാണ് ഈ റെവറന്റ് ഒലാമിന എന്ന് പറയുന്നത് കേട്ടോ. അയാൾ ഓൾഡ് ബിലീഫ് സിസ്റ്റത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അദ്ദേഹത്തിന് ഈ ഒരു കൊളാപ്സും കാര്യങ്ങളും ഒന്നും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ മാറ്റം വരുത്തണോ എന്നൊന്നും തോന്നാത്ത ഒരു ക്യാരക്ടറാണ് ഈ ഒരു ഫാദർ ഫിഗർ. ഓക്കെ, ദെൻ സാറ ആൻഡ് ബെങ്കോളെ, നമ്മുടെ കമ്പാനിയൻ ഫ്രണ്ട്സ് ഓഫ് ആരാണ്, ലൊറൈൻ. സാറ പ്രാക്ടിക്കൽ ആൻഡ് ടഫ് സർവൈവർ ആണ്, സ്ട്രെങ്തിനെ കാണിക്കുന്നു. ആൻഡ് ഷീസ് പിന്നെ ബെങ്കോളെ എന്ന് പറഞ്ഞ ഡോക്ടറും ആണ്, ലാൻഡ് ഓണറും കൂടിയാണ്. ഈ എക്കോൺ കമ്മ്യൂണിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് നമ്മുടെ ലൊറൈനെ സഹായിക്കുന്ന രണ്ട് ക്യാരക്ടേഴ്സ് ആണ് സാറ ആൻഡ് ബെങ്കോളെ. ബെങ്കോളയുടെ ലാൻഡിലാണ് പിന്നെന്താണ് ഈ എക്കോൺ കമ്മ്യൂണിറ്റി ഒക്കെ കൊണ്ടുവരുന്നത്. പിന്നെ സിമ്പിൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫയർ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ ക്ലൈമറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സിമ്പിൾസും ഉണ്ട്. ഫയർ ഹാപ്പൻ ചെയ്യുന്നുണ്ട്. ഫയർ എന്ന് വെച്ചാൽ എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് സിംബലൈസസ് ബോത്ത് ഡിസ്ട്രക്ഷനും ഉണ്ട്, അതുപോലെ തന്നെ റീബർത്തും ഉണ്ട്, പ്യൂരിഫൈ ചെയ്യുന്നുമുണ്ട്. വാട്ടർ എന്ന് പറയുന്നത് പവർ ആണ് ആൻഡ് ഓൾസോ സർവൈവൽ ആണ്. എർത്ത് സീഡ് എന്ന് പറയുന്നത് ആ ഒരു ഫിലോസഫി എന്ന് പറയുന്ന ഹോപ്പ് ആണ് കാണിക്കുന്നത്. അഡാപ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ നമുക്ക് വരും എന്ന് കാണിക്കാൻ വേണ്ടിയുള്ളതാണ്. പിന്നെ നോർത്തിലോട്ടുള്ള ട്രാവൽ ആണ്. നോർത്തേൺ കാലിഫോർണിയയിലോട്ടാണ് നമ്മുടെ ലൊറൈൻ എന്നുള്ള ക്യാരക്ടർ ട്രാവൽ ചെയ്യുന്നത്. നോർത്ത് എന്ന് പറയുന്നത് ഒരു പോസിബിലിറ്റി അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഫ്യൂച്ചറിനെയാണ് കാണിക്കുന്നത്, ഒരു റീബർത്തിനെയാണ് കാണിക്കുന്നത് നോർത്ത് എന്ന് പറയുന്നത്. നറേറ്റീവ് സ്റ്റൈൽ ആണെന്നുണ്ടെങ്കിൽ ജേർണൽ ഫോർമാറ്റിലാണ് ഇത് എഴുതി പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ എന്താ പറയാ, വി റിയലൈസ് ദ സ്റ്റോറി ഓഫ് ദി നോവൽ ത്രൂ ദി ജേർണൽ എൻട്രീസ് ഓഫ് ദി ക്യാരക്ടർ ലൊറൈൻ. ലൊറൈൻ ജേർണൽ എഴുതുന്നതിലൂടെയാണ് നമ്മൾ വായിച്ച് നമ്മുടെ ഈ നോവൽ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഫസ്റ്റ് പേഴ്സൺ നറേഷൻ ആണ്, ലൊറൈൻ ആണ് ഇത് എഴുതി പോകുന്നത്. അവരുടെ ആ ഒരു വ്യൂസിലൂടെയാണ് നമ്മൾ സ്റ്റോറി മനസ്സിലാക്കി എടുക്കുന്നത്. അപ്പൊ വളരെ പേഴ്സണൽ ആയിട്ടുള്ള രീതിയിലാണ് അവർ എഴുതുന്നത്. ടെൻഷനൊക്കെ നമുക്കും ഫീൽ ചെയ്യാം. വളരെ പേഴ്സണൽ ആൻഡ് റിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലാണ് ഇവർ എഴുതുന്നത്. പിന്നെ ക്ലൈമറ്റ് ക്രൈസിസിനെ കുറിച്ച് വളരെ ഒരു വാർണിംഗ് പോലെ എഴുതിയ ഒരു നോവലാണിത് 1993 അല്ലെ. ക്യാപിറ്റലിസത്തിനെ പിന്നെന്താണ് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. ഫെമിനിസത്തിലൂടെയാണ്, അതായത് ഒരു ഫീമെയിൽ ക്യാരക്ടറിലൂടെയാണ് എന്ത് പറഞ്ഞു പോകുന്നത്, ഈ ഒരു ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ക്ലൈമാറ്റിക് ഡിസാസ്റ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞു പോകുന്നത്. ഓക്കെ, ഇതിനകത്ത് വരുന്ന മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോട്ടുകൾ എന്ന് പറയുന്ന ഗോഡ് ഇസ് ചേഞ്ച്, നമ്മുടെ എർത്ത് സീഡ് ഫിലോസഫി. അതായത് നമ്മൾ ആഷസിൽ നിന്ന് റൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഫിനിക്സ് ആയിട്ട് മാറണം, അല്ലെങ്കിൽ ഒരു ഫിനിക്സ് എന്തായാലും ബേൺ ചെയ്യണം. ഫിനിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, മറ്റേ ചാരത്തിൽ നിന്ന് ഉയർന്നു വരുന്ന പക്ഷി എന്നുള്ള രീതിയിൽ. ആദ്യമേ നമ്മൾ എരിഞ്ഞിറങ്ങിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാ പറയുന്നത്. നമ്മുടെ തന്നെ ആഷസിൽ നിന്ന് നമുക്ക് റൈസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അത് അതിനകത്ത് ഒരു കോട്ടാണ്, ഈ നോവലിനകത്ത് വരുന്ന ഒരു കോട്ടാണ്. ആൻഡ് എർത്ത് സീഡിനെ കുറിച്ചുള്ള ഒരു കോട്ടും ഇതിനകത്ത്. പിന്നെ കൺക്ലൂഷൻ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്ലൈമറ്റ് വാർണിംഗിനെ കുറിച്ച് പറയുന്നുണ്ട്. പൊളിറ്റിക്കൽ ക്രിറ്റിസിസം ആണ്, ഒരു കൈൻഡ് ഓഫ് സ്പിരിച്വൽ വർക്ക് ആണ് ഇതിനകത്ത് പറയുന്നത്. അതായത് ഹോപ്പ്, സർവൈവലിനെ കുറിച്ച് പറയുന്നുണ്ട്. ബാക്ക് ടു ഗോഡ്, ബാക്ക് ടു നേച്ചർ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞു പോയിരിക്കുന്നത്. ഇതൊരു ഫെമിനിസ്റ്റ് വർക്ക് ആണ്. ആൻഡ് ഓൾസോ ആസ് എ ബ്ലാക്ക് റൈറ്റർ എന്നുള്ള രീതിയിലും ബ്ലാക്ക് ക്യാരക്ടർ, ഫെമിനിസ്റ്റ് ഒരു ക്യാരക്ടറും കൂടെ വരുന്നത് കൊണ്ട് അപ്പൊ അത് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ടെക്സ്റ്റ് ആയിട്ട് നമുക്ക് മാറ്റാം. പിന്നെ എന്താണ്, ക്ലൈമറ്റ് ക്രൈസിസിന്റെ ആ ഒരു റിലവൻസ് ഇപ്പോഴും ഹാപ്പൻ ചെയ്യുന്നതുള്ളത്, അല്ലെങ്കിൽ ആ റിലവൻസ് ഇപ്പോഴും 21st സെഞ്ചുറിയിൽ ഉള്ളത് കൊണ്ട് ഇതൊരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു വർക്ക് ആണ് ഫ്രം ദി സൈഡ് ഓഫ് ഒക്ടേവിയ. ഓക്കെ, താങ്ക് യു.